ഹലോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ പോരാ എന്ന് തോന്നിയിട്ടുണ്ടോ? ഉം. ഒരു അപകർഷതാബോധം. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കഥയൊന്ന് കേട്ടു നോക്കൂ. ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു കഥയാണ്. പക്ഷെ നിങ്ങളെ ചിന്തിപ്പിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോവാം. ഒരു ഭംഗിയുള്ള സുന്ദരമായ ഒരു ഗ്രാമം. കുന്നുകളാലും പാടങ്ങളാലും ഒക്കെ ചുറ്റപ്പെട്ട നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു മഹാമനസ്കനായ കർഷകൻ ജീവിച്ചിരുന്നു. ആ കർഷകൻ എന്നും സൂര്യോദയത്തിന് മുമ്പ് ദൂരെയുള്ള അരുവിയിൽ പോയി ആ, തോളിൽ ചുമലിൽ ഒരു നുകം എന്ന് പറഞ്ഞാൽ വലിയൊരു വടിയുടെ കഷ്ണം, അതിന്റെ രണ്ട് ഭാഗത്തായിട്ട് മൺപാത്രങ്ങൾ തൂക്കി ദൂരെയുള്ള അരുവിയിൽ പോയി വെള്ളം ശേഖരിച്ചുകൊണ്ട് വരുമായിരുന്നു. അതിലെ ഒരു മൺകലത്തിന് ചെറിയൊരു വിള്ളലുണ്ടായിരുന്നു. മറ്റേ മൺകലം പെർഫെക്റ്റ് ആയിരുന്നു, ഒരു കേടുപാടുമില്ലാത്ത നല്ലൊരു കലമായിരുന്നു. അങ്ങനെ വെള്ളം ശേഖരിച്ചുകൊണ്ട് വീട്ടിൽ വയ്ക്കുന്ന സമയത്ത് ഈ വിള്ളലുള്ള മൺപാത്രത്തില് പകുതി ഭാഗം മാത്രമേ ഉണ്ടാവാറുള്ളൂ. മറ്റു പാത്രത്തിൽ ഒരു തുള്ളി പോലും പുറത്തേക്ക് പോകുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഈ പതിവ് ഇങ്ങനെ 2 വർഷത്തോളം ഇങ്ങനെ തുടർന്നു വന്നു. അപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം കളയാത്ത ഈ മൺകലത്തിന് ഒരു അഭിമാനം തോന്നി, സ്വന്തം കഴിവ്. പക്ഷെ വിള്ളലുള്ള മൺകലത്തിന് ഒരു ലജ്ജ തോന്നി, ഒരു വിഷമം. എന്ന് പറഞ്ഞാൽ കർഷകന്റെ പ്രയത്നം മുഴുവൻ പാഴായി പോവുകയാണല്ലോ എന്നുള്ള വിഷമം. അങ്ങനെ കുറ്റബോധം സഹിക്കാൻ വയ്യാതെ ഈ വിള്ളലുള്ള മൺപാത്രം കർഷകനോട് ഒരു ദിവസം ക്ഷമ ചോദിച്ചു. അപ്പോൾ കർഷകൻ ചോദിച്ചു, നീ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കണം? അപ്പൊ പറഞ്ഞു, അല്ല, ഞാൻ അങ്ങയുടെ പ്രയത്നം മുഴുവൻ വേസ്റ്റായി പോവുകയല്ലേ, പാഴായി പോവുകയല്ലേ, ഇവിടെ വരുമ്പോൾ പകുതി കലം മാത്രമല്ലേ വെള്ളം ഉണ്ടാവാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ കർഷകൻ വിഷമത്തോടെ ആണെങ്കിലും കർഷകൻ പറഞ്ഞു, ഒരു കാര്യം നീ ശ്രദ്ധിച്ചായിരുന്നോ? നാളെ നമ്മൾ പോകുമ്പോൾ നിന്റെ പാതയിലെ പൂക്കളെ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസവും കർഷകൻ പോയി ദൂരെയുള്ള അരുവിയിൽ നിന്ന് വെള്ളം ചുമന്നുകൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ചു. അപ്പൊ അന്നേരവും ഈ വിള്ളലുള്ള പാത്രത്തിൽ പകുതി പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വീണ്ടും അപകർഷതാബോധം സഹിക്കാൻ വയ്യാതെ ഈ മൺകലം ക്ഷമ ചോദിച്ചു. അപ്പോ കർഷകൻ പറഞ്ഞു, ഒരു കാര്യം നീ ശ്രദ്ധിച്ചോ എന്നറിയില്ല, നമ്മൾ വരുന്ന പാതയിൽ നിന്റെ വശത്താണ് മനോഹരമായ പൂക്കൾ നിൽക്കുന്നത്. മറ്റേ വശത്ത് ഒരു പൂക്കളും ഇല്ല. നിന്റെ വിള്ളലുകൾ മനസ്സിലാക്കി, നിന്റെ ആ പോരായ്മ മനസ്സിലാക്കി ഞാൻ തന്നെയാണ് ഈ പൂക്കളുടെ വിത്ത് നിന്റെ വശത്ത് പാകിയത്. നീ ദിവസവും അതിനെ നനച്ചു, നീ നല്ല സസ്യങ്ങളെ വളർത്തിയെടുത്തു, ചെടികളെ വളർത്തിയെടുത്തു, അതിൽ മനോഹരമായ പൂക്കൾ വന്നു. ആ പൂക്കളെ പലരും അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നു പറിച്ചെടുത്ത്. ആ പൂക്കളെ പലരും വീടുകൾ അലങ്കരിക്കാൻ കൊണ്ടുപോകുന്നു. ആ പൂക്കൾ കാണുമ്പോൾ, വിടർന്നു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ കാണുമ്പോൾ ആളുകൾക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നു. അപ്പോൾ നീ ഒരിക്കലും ഉപയോഗശൂന്യമെന്ന് കരുതരുത്, അത് തെറ്റാണ്, നിന്നെ കൊണ്ട് ഒരുപാട് പേർ സന്തോഷിക്കുന്നു എന്ന് കർഷകൻ മറുപടി പറഞ്ഞു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് എല്ലാവർക്കും കുറവുകളും പോരായ്മകളും ഉണ്ട്, അല്ലെ? ആരും ദൈവത്തിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മേക്കൊന്നുമല്ല, ഒരു പൂർണ്ണ സൃഷ്ടിയൊന്നുമല്ല. എല്ലാവർക്കും പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ തന്നെയാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. ചിലപ്പോൾ ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ വിള്ളലുകൾ തന്നെ നാളെ ഒരു സമയത്ത് അനുഗ്രഹമായി മാറിയേക്കാം, അല്ലെ? യോഗ്യനാവാൻ പൂർണ്ണതയുടെ ആവശ്യമൊന്നുമില്ല. ഒരു കാര്യം ഓർക്കുക, വിള്ളലുകളിൽ കൂടിയാണ് ചിലപ്പോൾ പ്രകാശം അകത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക, അല്ലെ? അപ്പൊ ചിലപ്പോൾ നമുക്ക് അനുഗ്രഹമായി മാറുന്നത് ചിലപ്പോൾ നമ്മുടെ പോരായ്മകൾ തന്നെ ആയേക്കാം നാളെ ഒരു സമയത്ത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കർഷകൻ ചിന്തിച്ചതുപോലെ മറ്റുള്ളവരുടെ നല്ല സൈഡ് ചിന്തിക്കുക, നന്മയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് വിള്ളലുള്ള പാത്രവും ചിലപ്പോൾ നല്ല കേടില്ലാത്ത പാത്രത്തെക്കാൾ മെച്ചപ്പെട്ടതായി മാറിയേക്കാം. അതാണ് ഈ കഥ നമുക്ക് തരുന്ന മെസ്സേജ്. അപ്പോ ആർക്കും അപകർഷതാബോധത്തിന്റെ ആവശ്യമില്ല, കോംപ്ലക്സിന്റെ ആവശ്യമില്ല, നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നമ്മളൊരു യൂസ്ലെസ് ആണ് എന്നൊരു തോന്നൽ വേണ്ട കേട്ടോ. എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങൾ തന്നെയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് ഈ കഥയുടെ മെസ്സേജ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എപ്പോഴും പറയാറുള്ളത് പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. മാത്രമല്ല നിങ്ങളുടെ സജഷൻസ്, എനിക്ക് അത് ഭയങ്കര പ്രിയപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ്.
എന്ന് വെച്ചാൽ നിങ്ങൾ സജഷൻസ് പറയുമ്പോൾ എനിക്ക് അതനുസരിച്ച് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതുപോലത്തെ വീഡിയോസ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഐ വാല്യൂ യുവർ സജഷൻസ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു GK ആണ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്, അതും ഈ റാൻഡമായിട്ട് ഞാൻ ഇടുവാണ് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ ഏതെങ്കിലും ഒരു ഫീൽഡൊക്കെ പ്രത്യേകം വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണം കേട്ടോ, നിങ്ങൾ കമൻസ് ആയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്കും ഒരു സന്തോഷമാവും, വീണ്ടും വീണ്ടും കാര്യങ്ങൾ പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആവും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സമയമായി കഴിഞ്ഞു, വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ചിന്തിക്കുക, അപകർഷതാബോധമൊന്നും വേണ്ട, ഞാൻ കൊള്ളില്ലെന്നുള്ള തോന്നൽ വേണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.